CMR ലെക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലും വലിയ അക്രമ സംഭവങ്ങളും സംഘർഷവുമാണ് അരങ്ങേറിയത്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി തിരിച്ചിറങ്ങുകയായിരുന്ന ED സംഘം സഞ്ചരിച്ച വാഹനം പൂർണ്ണമായും CPM പ്രവർത്തകർ തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതിൻ്റെ ചില്ലുകളാണ് തകർത്തത്. തൊട്ടു പിന്നാലെ വലിയ സംഘർഷാവസ്ഥ തിരുവനന്തപുരത്ത് നിലനിന്നിരുന്നു. ഇപ്പോൾ സംഘർഷം സംയമനത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളുണ്ട്. രജീഷ് നരുക്കിനിയുണ്ട്. രജീഷ്, ഇപ്പോൾ എന്താണ് കണ്ടീഷൻ? നേരത്തെ SFI പ്രവർത്തകരടക്കം പ്രതിഷേധ മാർച്ച് നടത്തുന്നത് കണ്ടിരുന്നു. പോലീസിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരിക്കുന്നു. ഒരു CRPF ഉദ്യോഗസ്ഥന് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലേക്കാണ് ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത്. അതായത് EDക്കാർ സഞ്ചരിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റിരിക്കുന്നത്. തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതായത് ഗുരുതരമായ പരിക്കാണ് തലയ്ക്ക് ഏറ്റിരിക്കുന്നത്. ഈ കല്ലേറിലോ അല്ലെങ്കിൽ വടികൊണ്ട് അടിച്ച സമയത്തോ ചില്ല് തലയ്ക്ക് കൊണ്ടുവന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തലയ്ക്ക് പരിക്കേറ്റ CRPF ഉദ്യോഗസ്ഥനെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു DYFI പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത്, അതായത് ED ഉദ്യോഗസ്ഥർ പോയ ശേഷം, വാഹനങ്ങളൊക്കെ കടന്നു പോയതിനു ശേഷം പിന്നീട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം 3 വാഹനങ്ങളായിരുന്നു. അത് പൂർണ്ണമായും അതിന്റെ ചില്ലുകൾ ഇടിച്ചു തറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ആ വാഹനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിട്ടുള്ളത്. അവിടെ ആയിരിക്കും ഒരു പക്ഷേ ED ഉദ്യോഗസ്ഥർ പരാതി നൽകുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും മറ്റു ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. അവരും ചികിത്സ തേടി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും തലയ്ക്ക് പരിക്കേറ്റ CRPF ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. CRPF ഉദ്യോഗസ്ഥനാണ് എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ അല്പസമയത്ത് തന്നെ ലഭ്യമാകും. എന്തായാലും ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അയാളെ നന്ദാവനത്തേക്ക് കൊണ്ടുപോയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അക്രമ സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സംഘർഷാവസ്ഥ തന്നെയാണ്. SFI പ്രവർത്തകർ ഇവിടെ പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. അതിന് പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് സംഘവും നിൽക്കുന്നുണ്ട്. നേരത്തെ DCP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവർ പ്രകടനവുമായി അവിടെ നിന്നും ബേക്കറി ജംഗ്ഷനിൽ നിന്നും പ്രകടനവുമായി ഇവിടേക്ക് വരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം ഉണ്ടായിരുന്നു. മറ്റു അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്ന ഒഴിവാക്കാനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ഭയന്ന് അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാനായിട്ടാണ് SFI പ്രവർത്തകർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾ ഇവിടേക്ക് SFI പ്രവർത്തകർ, അതായത് അവിടെ ഉണ്ടായിരുന്ന പ്രകടനത്തിലുണ്ടായിരുന്ന SFI പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. പുറത്ത് പോലീസുകാർ ഉണ്ട്. ഇതിന് പുറത്ത് ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിനൊരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് പ്രകടനത്തിൽ പങ്കെടുത്ത SFI അടക്കമുള്ള പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. വലിയ സംഘർഷാവസ്ഥ തലസ്ഥാന നഗരത്തിൽ സംസ്ഥാനത്ത് തുടരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇവർക്കെതിരെ ഏതൊക്കെ കേസുകൾ അല്ലെങ്കിൽ വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസെടുക്കുക എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു CRPF ഉദ്യോഗസ്ഥന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. വനിതാ ഉദ്യോഗസ്ഥരടക്കം ആ വാഹനത്തിലുണ്ടായിരുന്നു. അവർക്കൊക്കെ പരിക്കേറ്റത് നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഗ്ലാസിന്റെ ചില്ലുകളൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ഈ ഉള്ള വകുപ്പുകൾ, അതായത് ഗുരുതരമായ വകുപ്പുകളടക്കം ചുമത്തി ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ SFI നേതാക്കളുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അറസ്റ്റ് ചെയ്യുന്നു, അതായത് അനുമതിയില്ലാതെ ഇത്തരത്തിൽ കൂട്ടം കൂടിയതിനെതിരെയാണ് കേസെടുക്കാൻ പോലീസ് നടപടി സ്വീകരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഇവിടേക്ക് അത് ഒഴിവാക്കാനാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയെന്നാണ് SFI പ്രവർത്തകരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ CPM നേതാവ് സമ്പത്ത് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അകത്ത് SFI പ്രവർത്തകരുണ്ട്. പുറത്താണെങ്കിൽ ഒരു വലിയൊരു പോലീസിൻ്റെ ഒരു പടം തന്നെ പുറത്തുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തലസ്ഥാനത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. സൈഫുദ്ദീൻ, CRPF ഉദ്യോഗസ്ഥന് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതും ഗുരുതരമായ ഗൗരവതരത്തിലുള്ള വാർത്തയാണ്. എന്തായാലും ഇപ്പോൾ നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുത്തതായുള്ള വിവരങ്ങളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.